ഇന്നത്തെ എൻ്റെ റീലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പണ്ട് നടന്നൊരു കഥയാണ്. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനൊരു ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ യങ്ങാണ് കേട്ടോ. മോൾക്ക് 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ ഹൈക്കോർട്ടിൽ. അതിന് ലോയർ റൂക്കി അഡ്വക്കേറ്റ് എന്നാണ് അവരെയൊക്കെ പറയുക, അതായത് ജൂനിയേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്ന സമയത്ത് എനിക്ക് അത്ര അങ്ങോട്ട് ലോ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരു LLB കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാനിങ്ങനെ കോർട്ടിലൊക്കെ പോയി കോട്ടൊക്കെ ഇട്ട് നല്ല പഠിച്ചു വരികയാണ്. അപ്പോൾ അത്ര സീനിയറൊന്നും അല്ലല്ലോ. അപ്പം നമ്മളുടെ സീനിയേഴ്സായിട്ടുള്ള കസിൻസിനെയും അവരെയൊക്കെ നമ്മൾ കാണൂലേ കല്യാണങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു റിലേറ്റീവിനെ ഞാനൊരു കല്യാണത്തിൽ കാണുകയാണ്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വലിയ കുറച്ച് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ പുള്ളിയുടെ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. മേടയിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് മേട എന്ന് പറയുന്നത് സ്റ്റേജ് എന്നുള്ള അർത്ഥത്തിലാണ്. മേടയല്ല, മേടയുടെ താഴെ, ലൈക്ക് സ്റ്റേജിൻ്റെ താഴെ ഇരുന്നിങ്ങനെ എപ്പോഴും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്ന ആളുണ്ടല്ലോ, എപ്പോഴും ഫ്രണ്ട് റോയിലേക്ക് കയറിയിരിക്കുള്ളേ. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ട്. പുള്ളി പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ നാളുകൾക്ക് ശേഷം ഇവരെയൊക്കെ കാണുമ്പോൾ വളരെ ഓവർവെൽംഡാണ് ഞാൻ എപ്പോഴും കേട്ടോ. ആരെങ്കിലും കാണുമ്പോൾ ഹായ് അണ്ണ, ഹായ് ചേട്ടാ, ഹായ് അങ്കിൾ, ഹായ് അമ്മാവ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമായിരുന്നേ. അങ്ങനെ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് പ്രായം ചെന്നവരൊക്കെ ആയിട്ട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഭയങ്കര ഗമയിൽ. അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് ഹലോ എങ്ങനെയുണ്ട്, സുഖമല്ലേ ചേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയല്ല, ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളോട് പിന്നെയും ഇങ്ങോട്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളെ തോണ്ടിയിട്ട് സംസാരിക്കുന്നു. ഐ ഫെൽറ്റ് സോ ഇൻസൾട്ടഡ്. അത് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മളന്ന് കൊച്ചാണ്, കുഞ്ഞ് അത്ര ഇതായിട്ടില്ലല്ലോ. ഞാനത് മനസ്സിൽ എനിക്ക് വല്ലാണ്ട് കൊണ്ടുകൂട്ടാം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊരിക്കലും ഇങ്ങനെ ആവരുത്. ഞാനതിൽ നിന്ന് പഠിച്ചത് ഇതാണ്, നമ്മളൊരിക്കലും ഒരാൾ നമ്മളെ കണ്ട് ഹലോ എന്ന് പറയാൻ വരുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നിന്നിട്ട് മോളെ സുഖമല്ലേ, എൻ്റെ കൂടെ കുഞ്ഞുണ്ട് എന്ന് കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ചിട്ട് ശരി കേട്ടോ നമുക്ക് പിന്നെ സംസാരിക്കാം എന്നോ എന്തെങ്കിലും ഒന്ന് പറയാം അല്ലേ. ഒരു വേള ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വേറെ ഈ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തോ പറയായിരുന്നു. ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് സോ ദിസ് മാൻ ആൻഡ് ഞാനൊരു വലിയ കാര്യമായിട്ട് ചെന്ന് സംസാരിച്ചാണ്. അങ്ങനെ ഇപ്പം ഇല്ല കേട്ടോ, അദ്ദേഹം ഭൂമുഖത്തില്ല, മരിച്ചുപോയി. പക്ഷേ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അതെനിക്ക് വല്ലാത്തൊരു സ്കാറായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ യൂണിവേഴ്സിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യരുത്. ആ സമയത്ത് തന്നെ എനിക്കവിടെ ഇൻസൾട്ടഡ് തോന്നി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഇയാൾ വലിയ ആൾ, ചേട്ടൻ എന്താ അങ്ങനെ എന്നോട് പെരുമാറിയതെന്ന് വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലാതെ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാം. ഞാൻ ചെയ്തത് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. വിഷമമുണ്ടായി, പക്ഷെ അത് ക്യാരി ചെയ്തു. കുറേ നാളതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനത് എനിക്ക് ഒരു ലെസൺ, അതായത് ഐ ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദിസ് ടു അതേഴ്സ് എന്നുള്ളൊരു ലെസണാക്കി ഞാൻ വെച്ചു കേട്ടോ. ഇതുവരെ ഞാൻ ഒരു മനുഷ്യനെ അങ്ങനെ ഞാൻ ഒരു പബ്ലിക് സ്പേസിലൊന്നും ഞാൻ എന്താ പറയുക ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എനിക്കിത് ലഭിച്ചതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, ഞാൻ നല്ലൊരു ലോയറൊക്കെ ആയി, നല്ല രീതിയിലൊക്കെ കോർപ്പറേറ്റ് ഫങ്ഷൻസിലേക്കൊക്കെ വന്നു തുടങ്ങി. വളരെ നല്ല പ്രാക്ടീസ്, നല്ല ഒരു പ്ലാറ്റ്ഫോമായി എനിക്ക് ചെന്നൈയിൽ. ആ സമയത്ത് എനിക്കൊരു കോള് വരുന്നത് ഈ അണ്ണൻ്റെ കേട്ടോ. ഇങ്ങനെ എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ചെന്നൈയിലേക്ക്, ഒരു ലോയറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ കോർപ്പറേറ്റ് ലോയർ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ കേസസ് അങ്ങനെ എടുക്കണില്ല, എനിക്ക് ഇന്ന കമ്പനിയുടെ മാത്രം കേസ് നടത്താനേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സഹായിക്കണം. അതിനെന്താന്ന് പറഞ്ഞു നല്ലപോലെ. പക്ഷേ എനിക്കുണ്ടല്ലോ ആ ഇൻസിഡൻറ്റ് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ തൃപ്തിയായി, എനിക്ക് എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ. മനുഷ്യരല്ലേ, എല്ലാവർക്കും കുറച്ച് ഒരു അംഗീകാരം വേണം. അതെല്ലാവരും പറയൂ പോട്ടെന്നേ, നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്താണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് തോന്നിയ ഒരു വിഷമം കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് മാറ്റി തന്നെ കണ്ടോ. അതേ ആളുടെ ഫ്രണ്ടിന് ചെന്നൈയിൽ കേസ് വരേണ്ട ആവശ്യമില്ല. ചെന്നൈയിൽ കേസ് വരുത്തി, അത് കഴിഞ്ഞിട്ട് ആ ചെന്നൈയിലെ കേസിന് എന്നെ തന്നെ വിളിക്കണം എന്ന് ആവശ്യമില്ല. ചേട്ടന് വേറെ ആരെയും അറിയില്ല, അപ്പോൾ എന്നെ വിളിച്ചു. കണ്ടോ, ദിസ് ഈസ് ഹൗ യൂണിവേഴ്സ് വിൽ ക്രിയേറ്റ് ദ സ്പേസ് ഫോർ എവ്രിതിങ്. ഇന്നതെന്നില്ല, നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ സമയം കൊടുക്കൂ, അത് തിരിച്ചു വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കരിയർ പാത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ പുച്ഛിക്കുന്നവരും
നമ്മളെ കളിയാക്കുന്നവരും അവിടെ കളിയാക്കിക്കോട്ടെ എന്ന് വിചാരിക്കുക. ഇതുപോലെ ഒരു സന്ദർഭം അല്ലെങ്കിൽ അവസരം നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. ബി പേഷ്യൻറ്റ്. അല്ലാതെ നമുക്ക് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന്, അവിടെ തന്നെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി കരഞ്ഞോ, അയ്യോ ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് അമ്മച്ചിയോടോ അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ അരവിന്ദിനോടോ ആരോടൊക്കെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് ചോദിപ്പിച്ചാൽ അത് തീർന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളെന്താണ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവളാര് വലിയ ആളാന്ന് വേണമെങ്കിൽ ചെയ്തിട്ട് ചോദിച്ചു കളയും. അപ്പോൾ ഇനിയും ഇൻസൾട്ടാകും. സോ അതിലും ഭേദം മിണ്ടാതിരിക്കുക. അത് മുമ്പോട്ട് അങ്ങനെ പോകാൻ വിടുക എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ടായി. അത് എനിക്ക് സമാധാനം തന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണേ. എപ്പോഴും എല്ലാവരും ഒന്ന് ഓർത്തിരുന്ന് നോക്കും. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ മറുപടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു കൺസൊലേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്ക് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ ശരിയാണല്ലോ, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. സംഭവം ഉണ്ടായിട്ടുള്ളവർ, ഇതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ ഒരു കേസാണ് കേട്ടോ. ഞാൻ പ്രാക്ടീസൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് 97 ആ സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. ജസ്റ്റ് 98, 99 ഒക്കെ റൂക്കി ലോയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, യങ് ലോയറായിട്ട് നടക്കുന്ന സമയത്ത് ഏത് വലിയ പ്രമാദമായ കേസസിൻ്റെ വിധിയൊക്കെ വന്നാലും നമ്മൾ പോയി എത്തി നോക്കി കേട്ടുകൊണ്ടിരിക്കും. വിധി വരുന്ന ദിവസമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കേട്ട ഒരു കേസ് ആണ് ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അത് ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ആളുകൾ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളെല്ലാവരും കാണുന്ന ഒരു ഹോട്ടൽ ശൃംഖലയാണത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അവർ മദ്രാസുകാരാണ്, ഫ്രാഞ്ചൈസീസ് ഉണ്ട്. അങ്ങനെ അവരുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇഷ്ടം പോലെ വേണമെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ശൃംഖലയുടെ ഇങ്ങനെ ഹോട്ടൽ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ കിട്ടും. അതുകൊണ്ട് എൻ്റെ വായ കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ കഥ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കർമ്മ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. എല്ലാവരും പറയുന്ന അവർ പാഠം പഠിച്ചോളും എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വെൽത്ത് ഇല്ലാണ്ടായി നശിച്ച് നാറാണക്കല്ല് പറിച്ച് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം എല്ലാവരും എന്താ പറയുക കർമ്മയെ വിശേഷിപ്പിക്കുന്നത്. അതല്ലാതെയും ഉണ്ട് കർമ്മ. എങ്ങനെയാണെന്ന് പറയട്ടെ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ വിടാതെ വർഷങ്ങളോളം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയുണ്ട്. അതിൻ്റെ കഥയാണ്, കേട്ടോളൂ. ഒരു വലിയ മുതലാളി കേട്ടോ, അദ്ദേഹം മുതലാളിയാകുന്നതിന് മുമ്പ് ഒരു ഓണിയൻ വിൽപ്പനക്കാരൻ്റെ മകനായിരുന്നു. സവാള കച്ചവടക്കാരൻ്റെ മകൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ മദ്രാസ് തമിഴ്നാട്ടിൽ. അങ്ങനെ ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് എപ്പോഴും ആളുകളൊക്കെ വണ്ടി കയറി മദ്രാസിലേക്ക് വരും, എന്തെങ്കിലും ജോലി അന്വേഷിച്ച് വരും. അങ്ങനെ ഈ പയ്യനും അതുപോലെ തന്നെ 8 വയസ്സൊക്കെ ഉള്ളപ്പോഴേ മദ്രാസിൽ വന്ന് റെസ്റ്റോറൻറ്റ്സിലൊക്കെ തറ തുടച്ചും അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇവനെ അറിയാവുന്ന വർക്ക് മുഴുവനും റെസ്റ്റോറൻറ്റിലാണ്. അതായത് അരിയാട്ടാനും ഉഴുന്നാട്ടാനും ഒക്കെ നിന്ന് അങ്ങനെ അത് കണ്ട് പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവൻ പലചരക്ക് കട തുടങ്ങുന്നു. പണ്ട് അങ്ങനെ ഞങ്ങൾ മദ്രാസിലൊക്കെ നാടാർ കട എന്ന് അതിനെ പറയുക ഇപ്പോഴും, പലചരക്ക് കടേനെ. അത് നാടാർ കട തുടങ്ങി. നാടാർ കടയ്ക്ക് പോയിട്ട് വരാം എന്ന് പറയും. ഈ സാധനങ്ങൾ മല്ലിക സാമാനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ കടേനെ അങ്ങനെയാണ് പറയുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് അത് അങ്ങനെ ചെറിയ പെറ്റി ഷോപ്സായിട്ട് പല കുഞ്ഞു ജംഗ്ഷൻസിലൊക്കെ പുള്ളിക്ക് തുടങ്ങാൻ പറ്റി. അങ്ങനെ കുറേ കടകളായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പഴയ റെസ്റ്റോറൻറ്റിൻ്റെ ആ തറ തുടച്ചതും മേശ തുടച്ചതൊക്കെ ഓർത്തിട്ട് നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് പുള്ളി പഠിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി തന്നെ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് റെസ്റ്റോറൻറ്റ് ശൃംഖല ഒരെണ്ണം തുടങ്ങുകയാണ്. നല്ല ബിസി ആയിട്ടുള്ള ചെറിയ തെരുവിൻ്റെ വക്കത്ത് തുടങ്ങുകയാണ്. അങ്ങനെ അത് കയറി പിടിച്ച് അത് വലിയ പേരായി. അങ്ങനെ അവർക്കാണ് ഏറ്റവും നന്നായിട്ട് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയുന്നത്. ഇന്നും കേട്ടോ, ഇന്നും ഞാൻ പറയാണ്, പല സ്ഥലങ്ങളിൽ പല ഇടത്താണ് അവരുടെ റെസ്റ്റോറൻറ്റ്സ് കേട്ടോ. അങ്ങനെ 2000 ഒരു മർഡർ കേസ് തെളിയുകയാണ്. ഈ പറഞ്ഞ ഓണർ, ഈ പറഞ്ഞ ആളില്ലേ, അയാൾ വലിയ ആളായ സമയമൊക്കെ ആയപ്പോഴേക്കും വലിയ അയാൾ അണ്ണാച്ചി എന്ന് എല്ലാവരും വിളിക്കുക. അങ്ങേർക്ക് ഒരു അയാൾ
ഒക്കെ ഒരു ദുസ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒരു ജ്യോത്സ്യർ പറയുന്ന കേട്ടിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞ് ഇന്ന ആളെ ഇന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ വളരെ പ്രോസ്പെറസ് ആവും, നിങ്ങൾ ഇങ്ങനെയാവും എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ വിദ്യാഭ്യാസമൊക്കെ. അത് ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ ഭാര്യയാണെങ്കിൽ പോലും പോയി കല്യാണം കഴിക്കും. അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചു. മൂന്നാമത് ഇയാൾ കണ്ണു വെച്ചത് എംപ്ലോയിയുടെ മകളെ, നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ. ആ സ്ത്രീ കല്യാണമൊക്കെ കഴിച്ച് നല്ലപോലെ ജീവിക്കുകയാണ് ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ ഈ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവളെ കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ ഇവരുടെ ആൾക്കാർ ഇയാളൊക്കെ ചേർന്ന് കൊന്നു എന്നുള്ളതാണ് കഥ. ഇയാൾ തന്നെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും അതൊക്കെ കോടതിയുടെ ഫയലിലൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം പബ്ലിഷായ കാര്യമാണ്. അതുകൊണ്ട് ഇത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പുള്ളീനെ സെൻറ്റൻസ് ചെയ്യാണ് മർഡറിന്, ഡെത്തല്ല മറ്റേ ലൈഫ് സെൻറ്റൻസ്, ജീവപര്യന്തത്തിന് കൊടുക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് പൈസയും വക്കീലന്മാരെയൊക്കെ വെച്ച് ഓരോരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പറഞ്ഞ് ബെയിലിൽ ഇറങ്ങി കുറച്ച് നാൾ ജയിലിൽ കിടന്നു, പിന്നെ ഇറങ്ങും, പിന്നെയും കയറി കുറച്ച് നാൾ കിടക്കും, അതിന് പിന്നെയും ബെയിൽ മേടിക്കും, ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ 2020 എങ്ങാണ്ട് വരയ്ക്കും 19 വരയ്ക്കും പുള്ളി ഇങ്ങനെ ഇറങ്ങിയും കയറിയൊക്കെ ഇറങ്ങി നടന്ന്. അപ്പോഴൊക്കെ ഇവരുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാണ് കേട്ടോ. എല്ലാ രാജ്യത്തും ഉണ്ട് അവരുടെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. പക്ഷേ അയാളുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന 2 മക്കളും വളരെ നല്ല മനുഷ്യരായി മാറിയെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് കേട്ടിട്ടുമായിരിക്കും ഈ അച്ഛൻ ജയിലിൽ വരിക. അപ്പോൾ നമ്മളങ്ങനെ ആവണ്ടെന്ന് കരുതിയായിരിക്കാം. പണമുണ്ടായിരുന്നു, പക്ഷേ ഇയാൾ ആ സിൻ തലയിൽ വെച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. പിന്നെ 30% കണ്ണെറിയാൻ വയ്യാതെ ആയി എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോർട്ടിൽ അയാൾ ബെയിലിന് വെച്ചു. സുപ്രീം കോർട്ട് ബെയിൽ നിരസിച്ചു, പുള്ളി കിടക്കാൻ പറഞ്ഞു. 9 മാസമായപ്പോഴേക്കും പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് ജയിലിൽ വെച്ച് തന്നെ മരിച്ചുപോയി. അതായത് ജീവപര്യന്തം 12 വർഷവും അല്ലെങ്കിൽ മരണം വരെ എന്നൊക്കെയാണല്ലോ. 12 ആൾക്കാർ ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇറങ്ങും പറ്റും. പക്ഷേ ഇത് അങ്ങനെയായി. പക്ഷേ ആ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? ഈ പണം എൻജോയ് ചെയ്യുമ്പോഴും ഇത് തലയ്ക്ക് മുകളിൽ കിടക്കുകയാണ് ഈ പാപം ഒരാളുടെ, അല്ലേ? അപ്പോൾ വെൽത്ത് മാത്രം, അതായത് പണം എന്ന് പറയുന്നത് റിച്ച്നെസ് മാത്രമല്ല, ഈ മനസ്സിൻ്റെ സമാധാനവും റിച്ച്നെസ്സാണെന്ന് പറയുകയാണ് ഞാൻ. അയാൾ 1 മിനിറ്റ് അതിന് ശേഷം ഉറങ്ങി. 30 വർഷമായില്ലേ ഇപ്പോൾ ഏകദേശം. അങ്ങനെ പിന്നെ 20 വർഷത്തോളം കേസ് നടത്തി എല്ലാവരും ഞാൻ പറയുന്നുണ്ട് ശരണഭവൻ കേസ്, അതങ്ങനെ കിടക്കും. 10 കൊല്ലത്തേക്കൊക്കെ കേസ് ഫയലിലെടുക്കാതെയൊക്കെ കിടന്നിട്ടുണ്ട്. അയാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ അതോ കേസ് പൊങ്ങി വന്നാലല്ലേ ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കാൻ വരുള്ളൂ. അങ്ങനെയാണ് ആ മനുഷ്യൻ ജീവിതം കഴിച്ചു കൂട്ടിയതെന്ന് പറയുന്നു. എന്തായിരിക്കാം അല്ലേ അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലൊക്കെ? ഒരു ജീവച്ഛവം പോലെ മറ്റേ പെണ്ണ് ജീവിച്ചു. ആ 3ാമത് കഴിക്കണം എന്ന് പറഞ്ഞ പെണ്ണ് ഫൈറ്റ് ചെയ്തു. ഭർത്താവിൻ്റെ ആ ഘാതകനെ ഇതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്ത് നിന്നു. പിന്നെ പണത്തിനും ഇത് എന്താ, പിന്നെ അവരൊക്കെ ഇപ്പം എവിടെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അവരും ഇതുപോലെ ജീവിക്കണ്ടാവില്ലേ, മുടിയൊക്കെ നരച്ച് ജീവിക്കുന്നുണ്ടോ. നല്ല അഴകുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഫോട്ടോസൊക്കെ അതിലുണ്ട്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. പക്ഷെ ഞാൻ അതെന്താ പറയാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കഥ പറയാനായിട്ട് ഇത് ചൂസ് ചെയ്തു എന്നല്ലാതെ എനിക്ക് അവരുടെ സൽപ്പേര് അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവില്ല ഇഷ്ടം പോലെ. അവർക്ക് അറിയണ്ടല്ലോ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചറിയാൻ പറ്റും എന്നെ കേൾക്കുന്നവരല്ലാതെ. എൻ്റെ ഇതിലൂടെ എനിക്ക് ആ പേരുകളൊന്നും പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നടന്ന കഥയാണ്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ഇത്തരത്തിലും അടിക്കും, മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ അതിൻ്റെ പങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് മാത്രം ഓർത്തുകൊള്ളുക, ഇത് ഒരു ഡോമിനോസ് ഇഫക്റ്റ് പോലെ തിരിച്ചടിക്കും നമുക്ക്. ഡോമിനോസ് ഇഫക്റ്റ് നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ ചാരി വെക്കുന്ന, ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഇവിടെ നിൽക്കുമായിരിക്കും ഒരുത്തൻ, അവൻ്റെ മേളിലേക്ക് വന്ന് ഇങ്ങനെ അങ്ങ് വീഴുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇഫക്റ്റ് ഇങ്ങനെ കറങ്ങി വരുമെന്നാണ്. അതായത് ഇവയാൾ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ ഒന്ന് തട്ടി വിട്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് നേരെ നിന്ന് ഇതുങ്ങളെല്ലാം മറിഞ്ഞ് പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് മറിഞ്ഞ് അത് അവിടെ നിന്ന് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരുമ്പോൾ ഈ നിൽക്കണവൻ്റെ മേത്ത് തന്നെ വീണ് മറിയും എന്നാണ്. അപ്പോൾ ആ ഒരു ഇഫക്റ്റിനെയാണ് ഡോമിനോസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക്, ഈ വേർഡ് കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? ഞാൻ ഈ വേർഡ് പറഞ്ഞാൽ എനിക്ക് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പോൾ ആ പറയുന്നതിന് പോലും നമ്മളങ്ങനെ ആലോചിക്കുമ്പോൾ ചെയ്യുന്നതിന് നമ്മൾ എത്രത്തോളം ആലോചിക്കണം, അല്ലേ? പറയുന്നതിന് നമ്മൾ ആലോചിക്കണം എന്ന് പറയുമ്പോൾ
ചെയ്യുന്നതിന് നമ്മൾ എത്രത്തോളം ആലോചിക്കണമെന്ന്. മനസ്സിലായോ? അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ബുദ്ധിസ്റ്റ് ചിന്തകളിലും എല്ലാ ലീഡേഴ്സിൻ്റെ തോട്ട്സിൽ നോക്കിയാലും നമ്മൾ ഈ ഒരു വാക്ക് നമ്മൾ കേൾക്കും. നമ്മൾ പറയാൻ പോകുന്ന ആ വാക്ക് ഒരാളോട് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രയോജനമാണോ ഉള്ളത്? എനിക്ക് പ്രയോജനമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാനത് പറയണ്ട, ആ വാക്ക് ഞാൻ പറയണ്ട. അവരെ തിരുത്താനും ഒന്നും ഞാൻ ആളല്ല. ഇതാണിപ്പോൾ എൻ്റെ ഒരു ഇത് തോന്നിയതാണ് കേട്ടോ. നേരിട്ടിപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ അയാൾ ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ നന്നാക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രമായിരിക്കും ഞാൻ നന്നാക്കേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നിയ ഒരു കാര്യത്തിനാണ് ഞാനത് മറുപടി പറഞ്ഞത് എന്നല്ലാതെ എനിക്ക് ഗുണമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാനത് പറയണ്ട എന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരാളുടെ പേര് പറയാതെ ഒരു യൂട്യൂബ് റെഫറൻസ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ അതെന്തിനാണെന്ന് വെച്ചാൽ ആ യൂട്യൂബ് റെഫറൻസ് ഞാൻ പറയുമ്പോൾ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി അത് നോക്കും, ആ ശരിയാണല്ലോ എന്ന് തോന്നും. ഇന്നലെ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് പിന്നെയും നോക്കി എത്ര അതിൽ വന്ന് ഏതോ ഒരുത്തി എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടി എനിക്ക് വന്നിട്ട് വളരെ എന്നോട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എന്നോട് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി മലയാളത്തിൽ ചേച്ചി ഇപ്പോൾ അധികം തമിഴൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് ഒരുത്തി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡിസ്റെസ്പെക്റ്റ് തോന്നും, അതത്ര നല്ല പ്രയോഗമല്ല എന്ന്. ആദ്യം കേട്ടിട്ട് പോയ ആളാണ്, പക്ഷെ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞപ്പം രണ്ടാമത് പോയി കേട്ടപ്പോഴാണ് അത് തോന്നിയത്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ തന്നെ വാക്കുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് അവിടെ പോയിട്ട് അത് നോക്കിയിട്ട് ആ ശരിയാണല്ലോ ഈ ചേച്ചി പറഞ്ഞത് ശരിയല്ലല്ലോ, ഒരുത്തി എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. നോക്കൂ, ഒരുവൻ, ഒരുത്തി, ഒരാൾ, ഏതോ ഒരാൾ എന്നൊക്കെ ഉള്ളത് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള പദപ്രയോഗമല്ല കേട്ടോ. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അത് ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് 1 മിനിറ്റ് കൊണ്ടൊക്കെ പറയുന്ന റീൽസിലൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ്. നിങ്ങൾ എന്നെ അങ്ങനെ കാണണ്ട. പിന്നെ എനിക്ക് ദേഷ്യമൊക്കെ വരുന്ന ആളല്ലേ, എനിക്ക് പിന്നെ ദേഷ്യം വരില്ല. എൻ്റെ നക്ഷത്രം തന്നെ ദേഷ്യത്തിൻ്റെ നക്ഷത്രം, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ഞാനത് എനിക്ക് പ്രയോജനകരമല്ലെങ്കിൽ അത് വേണ്ട, ആ ദേഷ്യം വേണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ പരുവത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനിയെങ്കിലും ഞാൻ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ഓൾവേസ് ബ്ലെസ് എവ്രി വൺ. യൂണിവേഴ്സിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പറയണത്, സ്റ്റേ ബ്ലെസ്ഡ് എല്ലാവരും. നമ്മളായിട്ട് ആരുടെയും പ്രാക്ക് മേടിക്കാൻ പോകണ്ട. അതുകൊണ്ടാണ് ആരുടെയും പേര് പറയാത്ത, ഒരു കാര്യത്തിലും ആരുടെയും പേര് പറയാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ എനിക്ക് ഐ ഹാവ് ടു ഗിവ് യു സം ഇൻഫർമേഷൻ അല്ലേ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കുകയും എന്താണല്ലേ ലോകം ഇങ്ങനെ എന്ന് ആലോചിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഒരാൾ വലിയ ഒരു കൊലക്കുറ്റം ചെയ്ത ആൾ പോലും എന്താ പറയുക, പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാണ്ടാണ് ജീവിച്ചത്. അത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അതിന് പകരം വളരെ വലിയ ദണ്ഡന അയാളുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം പോലും കരഞ്ഞുകൊണ്ടല്ലാതെ അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറപ്പാണത്. അത് ഈ ചിരിച്ച് കാണിക്കുന്ന ആൾക്കാരൊന്നും അത് നമ്മളടുത്ത് തുറന്ന് പറയില്ലല്ലോ. പക്ഷെ അതുണ്ട്. നമ്മളിപ്പോൾ ആരുടെ അടുത്തെങ്കിലും അങ്ങനെ ഒരു ചീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. നമ്മളായിട്ട് ചോദിക്കാൻ പോകണ്ട, എവിടെന്നെങ്കിലും ദേ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. ബി പേഷ്യൻറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ബി പേഷ്യൻറ്റ്. ആരും കാണുന്നില്ല കേൾക്കണില്ല എന്ന് ഓർത്ത് തോന്നിയ പോലെ ഒന്നും ചെയ്ത് കളയല്ലേ. എല്ലാവരും നന്മയുടെ പാതയൊക്കെ ചെയ്ത് നന്മമരങ്ങളായിട്ട് നമുക്ക് ജീവിക്കാം. ഒരുപാട് നന്മയല്ലെങ്കിലും ഒരുപാട് തിന്മ ചെയ്യാതിരിക്കുക. ഓക്കെ, യെസ്.